കണ്ടുപിടുത്തത്തിന് എനിക്ക് ഡോക്ടറേറ്റും ലഭിച്ചു. അതായത് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല. ഈ ഒരു മെഷീൻ്റെ ലോകത്തില്ലാത്ത ഈ ഒരു മെഷീൻ്റെ കണ്ടുപിടുത്തത്തിന് എനിക്ക് യൂറോപ്യൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ കഴിഞ്ഞ മാസം എനിക്ക് രാഷ്ട്രപതി ഭവനിൽ ഏറ്റവും മികച്ച ഒരു മണിക്കൂറിൽ 1400 കപ്പ് ഹാങ്ങർ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ റോ മെറ്റീരിയൽ. അതായത് ഇരുമ്പ് കമ്പി, 2.5 മില്ലിമീറ്റർ കനമുള്ള ഇരുമ്പ് കമ്പിയാണ് ഇതിൻ്റെ. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇതെന്തോന്ന് മനസ്സിലായോ? നമ്മുടെ കേരളീയർക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് റബ്ബറുള്ളവർക്ക്. നമ്മുടെ റബ്ബർ മരം വെട്ടുമ്പം അതിൻ്റെ പാല് ഇങ്ങനെ വന്ന് ചില്ലിനകത്തൂടെ ഇവിടെ ഒരു ചിരട്ട വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് വീഴും. അതായത് ഇതിൻ്റെ പേരെങ്ങനെയാണ് കറക്റ്റ്? കപ്പ് ഹാങ്ങർ, അതായത് ചിരട്ട വെക്കുന്ന കമ്പി എന്നൊക്കെ നമ്മൾ പറയും. ഹാങ്ങർ എന്ന് പറയാറില്ല, പിന്നെ ഹോൾഡർ എന്നും പറയാറില്ല. പക്ഷേ ഹോൾഡറിനും മീനിങ് ഉണ്ട്, ഹാങ്ങറിനും ഉണ്ട്. പിന്നെ അപ്പം നമ്മൾ പിന്നെ ചിരട്ട വയ്ക്കുന്ന കമ്പി എന്നേ നമ്മൾ പറയാം. ചിരട്ട വെക്കുന്ന കമ്പി ഇത്ര അറിയാൻ മതി, അതാണ് എനിക്ക് നല്ലത്. അന്നേരം ഇത് നമ്മൾ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പിരിച്ച് കുടിൽ വ്യവസായം പോലായിരുന്നു, അല്ലേ? ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന സാധനം. വാങ്ങിക്കുന്ന ഇങ്ങനെ ഇതാണ്ടേ, ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ്. റബ്ബർ മരത്തിൽ ഇതാണ് ഫിനിഷിങ്. പണ്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരുന്നു. ഈ സാധനം ഇതാണ്ട ഇങ്ങനെ ആക്കുക എന്നുള്ളത് കൈ കൊണ്ടല്ല, മെഷീൻ വെച്ചാണ്. ലോകത്ത് ഒരേ ഒരാളെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഏത് വർഷമായിരുന്നു? 2018 ഈ മെഷീൻ കണ്ടുപിടിച്ചത് നമ്മുടെ കൊല്ലം ജില്ലയിൽ വേങ്ങൂർ മോഹൻകുമാർ എന്ന് പറയുമ്പോൾ ചാനൽ 5 എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലാണ് ഇതിൻ്റെ കണ്ടുപിടുത്തം, ജനനം, ഈ മെഷീൻ്റെ ജനനം. അത് നിങ്ങൾ ഇത് വെറുതെയാണോ? എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്താം. കാരണം ഈ ഒരു മെഷീൻ വേറെ ആരും കണ്ടുപിടിച്ചിട്ടതുമില്ല. ഈ ഒരു മെഷീന് നേരിട്ട് കണ്ടുപിടിച്ച് ഇവിടെ വർക്ക് നടത്തി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നില്ലയോ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരങ്ങൾ, അവാർഡ് കിട്ടിയതാണ്. അതിൽ ആദ്യം നമുക്ക് അണ്ണനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഇത് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ മനസ്സിൽ ഉടലെടുത്തു? ഇതിൻ്റെ പിന്നിലൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രേരണയുണ്ട്. അതായത് ഈ കപ്പ് ഹാങ്ങർ ഇതിൻ്റെ ഒരു ഡീലർ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം. അപ്പോൾ എനിക്ക് ആ ഒരു ഷോപ്പുണ്ട്, ഇലക്ട്രോണിക് ഷോപ്പാണ്. അതിൻ്റെ തൊട്ടടുത്ത ഷോപ്പിൽ പിന്നെ ഈ യുണൈറ്റഡ് കെമിക്കൽസ് എന്ന് പറഞ്ഞ ഈ റബ്ബറിൻ്റെ പ്രോഡക്റ്റുകളും അതിൻ്റെ അക്സസറീസുകളും വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. എൻ്റെ സുഹൃത്താണ് പുള്ളി. ഈ ഒരു സാധനം പിന്നെ അതായത് ഒരു വർഷങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞ ഈ ഒരു കപ്പ് ഹാങ്ങർ ഉണ്ടാക്കുന്നതിന് ഇന്ന് വരെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല, മോഹൻ ഒന്ന് ശ്രമിച്ചു നോക്കണം, മോഹൻ വിചാരിച്ചാൽ നടക്കുമെന്നൊക്കെ പുള്ളി എന്നെ ഇങ്ങനെ ഒന്ന് എരികേറ്റി വിട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഇതിനകത്തൊരു ഈ ഒരു മിഷൻ്റെ ഈ മിഷൻ കണ്ടുപിടിക്കാനുള്ള ഇതിലേക്ക് ഒരു സ്പാർക്ക് കിട്ടിയത്. കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തില്ലാത്ത, അപ്പോൾ ഞാൻ എന്ത് പുതുമ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു സാധനവും അനുകരിക്കാറില്ല, ഇന്നുവരെ അനുകരിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു പുതുമ. അപ്പം അദ്ദേഹം പറഞ്ഞ ലോകത്ത് ഇതുവരെ ഇതിനൊരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു 13 മാസത്തെ ഒരു കഠിന പ്രയത്നത്തിലാണ് 1 മണിക്കൂറിൽ 1004 കപ്പ് ഹാങ്ങർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൈ സ്പീഡ് മെഷീൻ ഞാൻ കണ്ടുപിടിച്ച്. എത്ര മാസത്തെ? 13 മാസം ഇതിനു വേണ്ടി. അതെ 13 മാസം ഊണും ഉറക്കവും ഇല്ലാതെ ഉള്ള പൈസയും കൂടെ കളഞ്ഞ് എന്ന് പറഞ്ഞാൽ ശരിക്കും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും. അത് കാരണം ഇത്ര ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് പൈസ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോവും. പിന്നെ സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു സോഴ്സൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ 13 മാസം കൊണ്ടാണ്. അതിലൊരു 4 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ മെഷീന് ഇതുപോലൊരു പ്രോഡക്റ്റ് മെഷീനകത്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ കണ്ടെത്തി. 4 മാസം ആയപ്പോഴത്തേക്ക്. പക്ഷേ അന്ന് ഈ ഒരു പ്രോഡക്റ്റ് മെഷീനകത്ത് ഉണ്ടാക്കാൻ 17 സെക്കൻഡോളം വേണ്ടി വന്നു. അപ്പം അത്
യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ കമ്പിയെ വലിച്ചുകൊണ്ട് പോകുന്നത് വരെ മെഷീനാണ്. നമ്മൾ ആദ്യം കമ്പി ജസ്റ്റ് മെഷീനകത്തുനിന്ന് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 50 കിലോ 100 കിലോ ഒരു റോള് ഇവിടെ കൊണ്ടിടുക. അതെ, 50 കിലോ വരുന്ന ഒരു കമ്പി ആ റോളായിട്ട് കൊണ്ടുവരും. അതിൻ്റെ ഒരു എൻഡ് നമ്മൾ തയ്യൽ മെഷീനകത്ത് നൂല് വെറുക്കുന്ന പോലെ ഒരു എൻഡ് മെഷീനകത്തോട്ടൊന്ന് കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ ജോലി. ബാക്കി മൊത്തം ഫംഗ്ഷൻ മെഷീനാണ് ചെയ്യുന്നത്. അത് 17 പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഇതുപോലൊരു സാധനം ഈ ഒരു പ്രോഡക്റ്റ് പുറത്ത് വരുന്നത്. ഈ 17 പ്രോസസ്സ് വെറും 2 സെക്കൻഡിലാണ് നടക്കുന്നത്. അപ്പം അതിനകത്ത് മെഷീനകത്ത് ഏതാണ്ട് 39ഓളം പാർട്സുകളുണ്ട്. ഈ പാർട്സുകൾ 39ഓളം പാർട്സുകൾ ഈ 17 സെക്കൻഡിൽ ഈ 2 സെക്കൻഡിൽ 17 പ്രോസസ്സിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത്രയൊരു സാധനം ഉണ്ടാക്കുന്നത്. ഈ മെഷീൻ 100% ഹാൻഡ് മെയ്ഡാണ്. ഇതിനകത്ത് ഒരു മോട്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള. ബാക്കി എല്ലാ കമ്പോണൻസും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ഞാൻ പേറ്റൻറ്റിന് വേണ്ടി കൊടുത്തപ്പോൾ അവർ എനിക്ക് സെർച്ച് റിപ്പോർട്ട് അയച്ചു തന്നു. നമ്മൾ ഏത് സാധനം പേറ്റൻറ്റ് കൊടുക്കുമ്പോഴും അവർ അത് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടെ നമുക്ക് തരും. അങ്ങനെ എനിക്ക് 7 സെർച്ച് റിപ്പോർട്ട് കിട്ടി. ഇന്ത്യയിലും പുറം ലോകത്തും, അതായത് ലോകത്ത് ഇങ്ങനൊരു മെഷീൻ ഇല്ല എന്നുള്ളത് എനിക്ക് ഈ തല നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമാണ് കേട്ടോ. കൊല്ലം ജില്ലയ്ക്കല്ല, ഇന്ത്യക്ക് അല്ലേ? ഇതൊക്കെ എങ്ങനെയായിരുന്നു ബാക്കി വൈഡായിട്ട് വന്നത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഇതെല്ലാം ചിന്തകളാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ അതിനകത്തൊരു നമ്മളിതൊരു ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ അർപ്പിച്ച ഒരു ചിന്തയാണല്ലോ. കാരണം അതിനൊരു സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്ത എത്രമാത്രം കാട് കയറി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനസിക നില തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഇതായിരുന്നു. കാരണം അതിനോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങളും മറ്റൊരു വശത്ത് പിന്നെ ഇത് ശരിക്കും എന്തോ അപ്പോൾ ഒരു ദൈവകടാക്ഷം പോലെ അത് അങ്ങനെയുള്ള ഒരു ഇതിലാണ് അതിനൊരു ഉത്തരം കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു മെഷീനാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. ഇപ്പോൾ എൻ്റെ മെഷീന് ഈ ഒരു കണ്ടുപിടുത്തത്തിന് എനിക്ക് ഡോക്ടറേറ്റും ലഭിച്ചു. അതായത് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല. ഈ ഒരു മെഷീൻ്റെ ലോകത്തില്ലാത്ത ഈ ഒരു മെഷീൻ്റെ കണ്ടുപിടുത്തത്തിന് എനിക്ക് യൂറോപ്യൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ കഴിഞ്ഞ മാസം എനിക്ക് രാഷ്ട്രപതി ഭവനിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തത്തിനുള്ള അവാർഡും കിട്ടി. അവിടെ ഏതാണ്ട് 198ഓളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും 198ഓളം ഐറ്റങ്ങൾ വന്നതിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളതും സാങ്കേതിക മികവുള്ള മെഷീൻ എൻ്റെ മെഷീനുമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തത്തിനുള്ള അംഗീകാരം എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും എനിക്ക് അവാർഡ് കിട്ടിയത് എനിക്കല്ല അവാർഡ് കിട്ടിയത്, എൻ്റെ വൈഫിനാണ് അവാർഡ് കിട്ടിയത്. അതെ അതെ, അതിനുള്ള സാഹചര്യം ഇത് സഹിച്ചതിനും. അതെ, തീർച്ചയായിട്ടും ഒരു 5 പൈസ പ്രതിഫലമില്ലാതെ കൈനഷ്ടം വന്ന ഒരു ഭീമമായ ഒരു എമൗണ്ട് ഇത് കണ്ടുപിടുത്തത്തിൽ. തീർച്ചയായിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് മെഷീൻ്റെ ഞാനിപ്പം ഇതിൻ്റെ നിർമ്മാണമുണ്ട്, നിർമ്മിച്ച ഒരുപാട് മെഷീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വരുമാനമായിട്ട്, പക്ഷേ എങ്കിലും അതിൻ്റെ ആ നിർമ്മാണ ഘട്ടം വളരെ ട്രാജഡി ആയിട്ടുള്ള ഇതായിരുന്നു. വരുമാനം ഇല്ലാതെ ഇങ്ങനെ വിജയം കണ്ടെത്തിയും വേണം. അതെ, വിജയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു വല്ലാത്തൊരു പരിശ്രമവും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഇതിനകത്ത് ഒരുപാട് ഇന്ത്യ ഒട്ടാകെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ മുഖത്ത് കാണാനുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഇതുള്ള ഒരു മെഷീനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രഗത്ഭരായ ഒരുപാട് പേര് അനുമോദിച്ചിട്ടുള്ളതും അതിനുള്ളൊരു പേഴ്സണലി എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇത്. ഇപ്പോൾ ഞാൻ വേറൊരു പ്രോജക്റ്റിൻ്റെ വർക്കിലാണ്. അതായത് പുരയിടം കിളയ്ക്കുന്ന ഒരു മെഷീൻ, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വികലാംഗർക്ക് വരെയും മെഷീനകത്തിരുന്ന് പുരയിടം കിളയ്ക്കാൻ ആ ഒരു മെഷീൻ്റെ പുതിയൊരു പ്രോജക്റ്റ് അതിൻ്റെ നിർമ്മാണത്തിലൂടെയാണ്. അതുമാത്രമല്ല നിരവധി പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട്. അത് സാമ്പത്തിക ആണ് നമ്മൾ മെയിനായിട്ടുള്ള അതിനുള്ള തടസ്സം. അപ്പം കാരണം പരീക്ഷണങ്ങളും നിരീക്ഷണവും ഇതിനെല്ലാം പൈസ വേണമല്ലേ. അപ്പം അത് സാമ്പത്തികമാണ് എൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് ആകെയുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമുക്ക് കസ്റ്റമറിന് ക്വാളിറ്റിയും പുതുമ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറിന് അവർക്ക് ഉള്ള ഏത് മെഷീനറിയോ വീടോ എന്ത് രീതിയിലുള്ള ഡിസൈനിങ്ങോ ചെയ്യാനും എനിക്ക് സന്തോഷമാണ്. ഞാനത് ചെയ്തു കൊടുക്കുക. മനസ്സ് തുറന്ന് പറഞ്ഞാൽ മതി. മനസ്സ് തുറന്ന് ഓക്കെ. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചാൽ. ശരി, തീർച്ചയായിട്ടും. ഇത് ഒരു മണിക്കൂറിൽ 1400 കപ്പ് ഹാങ്ങർ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. അതായത് ഇരുമ്പ് കമ്പി, 2.5 മില്ലിമീറ്റർ കനമുള്ള ഇരുമ്പ് കമ്പിയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. ഇതാണ് നമ്മൾ ആദ്യം മെഷീനകത്തോട്ട് ഇതൊന്ന് കണക്ട് ചെയ്യുക. അപ്പം മെഷീനകത്ത് കണക്ട് ചെയ്തു. അപ്പം മെഷീനകത്ത് കമ്പി കണക്ട് ചെയ്തു. ഓണാകട്ടെ.
അന്നേരം നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളും കണ്ടു, സംഭവം എന്തുവാണെന്നുള്ളത് മനസ്സിലായല്ലോ. അന്നേരം ഇത് ചെറിയ സംഭവമല്ലെന്ന് ഞാൻ ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നല്ലോ. ചെറിയ സംഭവമല്ല. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നൊരു അവാർഡ്, അതൊരു സാർ പറഞ്ഞൊരു 10ാം ക്ലാസ് അല്ലേ സാറേ? 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ പോയ ഒരാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം 13 മാസം ഒരേപോലെ ഊണും ഉറക്കവും ഇല്ലാതെ കയ്യിലെ സാമ്പത്തികം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ അങ്ങനെ കണ്ടെത്തിയ ഒരു സംഭവമാണ് ഈ കാണുന്ന മെഷീൻ. അത് വേൾഡിൽ നമ്മൾ മാത്രമേ ചെയ്തിട്ടതേ ഉള്ളൂ. അന്നേരം ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അന്നേരം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സാറേ ഒരു ഗുഡ് ബൈ പറയാം. ഗുഡ് ബൈ. അച്ചയൻസ് വീഡിയോയിലെ ഷിജു, ഏബൽ അവർക്ക് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി. എൻ്റെ സ്ഥാപനം സന്ദർശിച്ചതിനും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടപ്പോൾ നമ്മളെ അറിയിക്കണം. തീർച്ചയായിട്ടും എൻ്റെ സ്ഥാപനം സന്ദർശിച്ചതിനും ഞാൻ കണ്ടുപിടിച്ച മെഷീനും എൻ്റെ ഓഫീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നല്ല വിദഗ്ധമായ രീതിയിൽ വീഡിയോ കവർ ചെയ്യാനും ഒരു മനസ്സ് കാട്ടിയ അച്ചയൻസ് മീഡിയയ്ക്ക് ഒത്തിരി നന്ദി. പിന്നെ അച്ചയൻസ് മീഡിയയിലെ ഇഷ്ടംപോലെ വ്യൂവേഴ്സിന് അവർക്കും എൻ്റെ വിനീതമായ ഒപ്പുപോയി. താങ്ക് യു.